ഇന്ന് മുരിങ്ങക്ക വെച്ചിട്ട് നല്ല സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇന്ന് നമുക്ക് തേങ്ങയൊന്നും ചേർക്കാതെയാണ് ഈ ഒരു കറി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു 2 മുരിങ്ങക്ക എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ചെറിയുള്ളി വേണം. ഒരു കൈപ്പിടി അളവിൽ ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കറിക്ക് നമ്മൾ ചെറിയുള്ളി ചേർത്തുണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതില്ലെങ്കിൽ മാത്രം സവാള എടുക്കാം. ഒരു സവാള എടുത്താൽ മതി. പിന്നെ 2 തക്കാളിയും കുറച്ച് കരിവേപ്പിലയും പച്ചമുളകും വേണം. അപ്പോൾ ആദ്യം നമുക്ക് കറി റെഡിയാക്കാനായിട്ട് പരിപ്പ് എടുക്കാം. ഒരു 1/2 കപ്പ് അളവിൽ തോരൻ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ സാധാരണ സാമ്പാറിനൊക്കെ എടുക്കുന്ന പരിപ്പാണ്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ അത് നമ്മൾ കഴുകിയെടുത്തു. 7 അല്ലി വെളുത്തുള്ളിയും കൂടി നമുക്ക് ഇതിലോട്ട് ചേർക്കാം. ഞാനിപ്പോൾ ഇത് പാത്രത്തിലിട്ടിട്ടാണ് വേവിക്കുന്നത്. കുക്കറിലാണെങ്കിലും ഇതേപോലെ തന്നെ വേവിച്ചെടുത്താൽ മതി. 3 പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം. കുക്കറിലാണെങ്കിൽ നമുക്കൊരു 3 വിസിൽ വരെ വെച്ച് എടുത്താൽ മതി. ഒരു തണ്ട് കറിവേപ്പിലയും ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് പരിപ്പൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ പരിപ്പ് കുതിർത്ത് വെച്ചാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പാത്രത്തിലാണ് വേവിച്ചെടുക്കുന്നത്. നന്നായിട്ട് തന്നെ പരിപ്പ് വെന്ത് കിട്ടണം. കുക്കറിലാകുമ്പോൾ ഒരു 3-4 വിസിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് കറി റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. വെളിച്ചെണ്ണയാകുമ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കൂടും. ഞാനിപ്പോൾ ആദ്യം തന്നെ ഇത് താളിച്ചതിന് ശേഷമാണ് കേട്ടോ കറി റെഡിയാക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ കറിയൊക്കെ റെഡിയായതിന് ശേഷം താളിച്ച് ചേർത്താലും മതി. അപ്പോൾ എണ്ണ ചൂടായി കുറച്ച് കടുക് ചേർക്കാം. 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് പൊട്ടിയതിന് ശേഷം നമുക്കിതിലോട്ട് ചെറിയുള്ളിയും കരിവേപ്പിലയും വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 2 വറ്റൽമുളകാണ് ചേർത്തിരിക്കുന്നത്. ഇത് ഇത്രയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളിയൊക്കെ അത്യാവശ്യം ഒന്ന് വഴണ്ട് കിട്ടണം. ഒരുപാടങ്ങ് ബ്രൗൺ കളറൊന്നും ആവണ്ട, ചെറുതായിട്ടൊന്ന് വഴണ്ട് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ അത്യാവശ്യം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പൊടികൾ ചേർക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്. പൊടികളും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒരുപാട് സമയത്ത് മൂപ്പിക്കേണ്ട ആവശ്യമില്ല. പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി കിട്ടിയാൽ മാത്രം മതി. ഇപ്പോൾ ഒരു 2-3 സെക്കൻഡ് നേരത്തേക്കൊന്ന് വഴറ്റിയെടുത്താൽ തന്നെ പൊടികളൊക്കെ നല്ലപോലെ തന്നെ ഒന്ന് വഴണ്ട് കിട്ടും. ഒരുപാടങ്ങ് മൂപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് അത്യാവശ്യം നമ്മളൊന്ന് വഴറ്റിയെടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2 തക്കാളിയും കൂടി ചേർക്കാം. തക്കാളി ചേർത്ത് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക. തക്കാളിയും കൂടി ഒന്ന് സോഫ്റ്റായി കിട്ടണം. അപ്പോൾ ഇത് തക്കാളിയൊക്കെ നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ചിരിക്കുന്ന പരിപ്പും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കറി ഒരുപാട് കട്ടിയായിട്ട് തോന്നിയാൽ കുറച്ചും കൂടി നമുക്ക് വെള്ളം ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്കയും കൂടി ചേർക്കാം. അപ്പോൾ ഈ മുരിങ്ങയ്ക്ക ഈ കറിയിൽ കിടന്നിട്ട് വേണം വെന്ത് കിട്ടാനായിട്ട്. മുരിങ്ങയ്ക്ക പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി അത് എരിവ് പോരാൻ തോന്നിയാൽ കുറച്ച് മുളക് പൊടി നമുക്ക് ഈ സമയത്ത് ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിത് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റിനുള്ളിൽ തന്നെ മുരിങ്ങ നന്നായിട്ട് വെന്ത് കിട്ടും. അടച്ച് വെച്ച് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ അതാ നമ്മൾ നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുത്തു. മുരിങ്ങയ്ക്കൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കറി ഇപ്പോൾ കാണുമ്പോൾ കുറച്ച് ലൂസായി തോന്നും, പക്ഷേ തണുത്ത് കഴിയുമ്പോൾ കറക്റ്റായിട്ട് ഇത് കുറുകി കിട്ടും. ഇനി ഇതിലോട്ട് അവസാനമായിട്ട് കുറച്ച് വാളംപുളി നമുക്ക് പിഴിഞ്ഞ് ചേർക്കാം. ചെറിയൊരു പീസ് പുളി മതി. അത് നിർബന്ധമായിട്ടും ചേർക്കണം. അതാണ് ഈ കറിക്കൊരു ടേസ്റ്റ് കൂട്ടുന്നത്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യരുത്. ചെറിയൊരു പീസ് മതി. അതും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കാം. പുളിയുടെ ഒരു പച്ചച്ചവയൊന്ന് മാറിക്കിട്ടണം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കായപ്പൊടി കൂടി ചേർക്കാം. പെരുങ്കായപ്പൊടിയാണ്. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുത്താൽ നമ്മുടെ കറി റെഡിയായിരിക്കും. അപ്പോൾ പുളിയൊക്കെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലപോലെ കറി തിളച്ച് റെഡിയായി. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ്, പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതുപോലെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക്